നമസ്തേ എവരി വൺ. ഇനി NLP സെയിൽസ് മാസ്റ്ററിയെ കുറിച്ചാണ് പറയുന്നത്. ആക്ച്വലി ഈ NLP നമ്മൾ ഉപയോഗിക്കുന്ന സെയിൽസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഗോൾഡൻ കീ ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഹൃദയത്തെ തുറക്കാൻ പറ്റിയ. അതുപോലെ തന്നെ നമുക്ക് ഈ ഏത് ചാലഞ്ചിങ് സിറ്റുവേഷനും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനായിട്ട് പറ്റും ഉപയോഗിക്കുമ്പോൾ. ഈ ഓബ്ജെക്ഷൻസ് വരുന്നത് തന്നെ നമ്മൾ വെൽക്കം ചെയ്ത് അതിനകത്ത് ഒരു മാസ്റ്റർ ചെയ്യാനുള്ള രീതി പഠിക്കുന്നുണ്ട്. റിജക്റ്റ് ദ റിജക്ഷൻ. ഒരു റിജക്ഷനും നമ്മൾ സ്വീകരിക്കത്തില്ല. അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നത് വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കാൻ പറ്റുന്നത്, ക്രിയേറ്റിംഗ് ട്രസ്റ്റ്. ഇതിന് നമുക്കൊരു സെയിൽസിൻ്റെ മൊത്തം ഏരിയയിലൊരു കോംപ്രിഹെൻസീവ് കരിക്കുലം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ സെയിൽസ് നടത്തണം, പിന്നെ അതുപോലെ തന്നെ ന്യൂറോ സയൻസ് എങ്ങനെയാണ് സെയിൽസിന്, ഇതിനകത്ത് കുറേ ടോപ്പിക്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂറോ സയൻസിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോസ്പെക്റ്റിങ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അത് പ്രധാനമായിട്ട് ഈ നവമാധ്യമങ്ങൾ, ന്യൂ ജനറേഷനായിട്ടുള്ള ലീഡ് ജനറേറ്റിംഗ് 100 ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സ് നമ്മളിതിനകത്ത് 100 അതിന് മോഡിഫൈ ചെയ്ത് നമുക്ക് പുതിയതിലേക്ക് വരാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മറ്റൊന്നാണ് അഡ്വാൻസ് സെയിൽസ് ടെക്നിക്സ്. നമുക്ക് സെയിൽസിനകത്ത് നമുക്ക് ടെക്നിക്സ് അറിയാതെ, മെത്തേഡ് അറിയാതെ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് ക്ലോസിങ്. ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പവർ ക്ലോസിങ്. അപ്പം ഏത് കേസും അത് നമുക്കൊരു 20 എണ്ണോ 30 എണ്ണമൊക്കെ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അത് പിന്നെ ഒന്നിൽ നിന്ന് വഴുതി കഴിഞ്ഞ് അടുത്തിലേക്ക് കൃത്യമായിട്ട് ഓരോ ടോക്കും ക്ലോസ് ചെയ്ത് എടുക്കാനുള്ള ഒരു കഴിവ്, സ്കില്ല്, നോളജ് മാത്രമല്ല സ്കില്ലും കൂടെ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യണം. മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് പ്ലസ് സ്കില്ലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഏരിയയാണ് ഹിപ്നോട്ടിക് സെല്ലിംഗ്. അപ്പോൾ എങ്ങനെയാണ് ഹിപ്നോട്ടിക്കായിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമുക്ക് നമ്മളിതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കുമ്പോൾ തന്നെ നോക്കുമ്പോൾ ഈ റിമോട്ട് സെയിൽസിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ചെറിയ പാർട്ട് മാത്രമാണ് നമ്മൾ ടെലിമാർക്കറ്റിംഗ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ബാക്കിയോട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ പോകാതെ നമുക്ക് റിമോട്ടായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സെയിൽസ് പീപ്പിളിന് അൺഷേക്കബിൾ കോൺഫിഡൻസ് ഉണ്ടാക്കണം. റെവല്യൂഷൻ തന്നെ, അതായത് നമ്മൾ റെഫറൻസ് സ്വീകരിക്കാനായിട്ട് ഒരു 100 ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അല്ലെങ്കിൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വർക്കബിൾ ആകുന്ന 10-20 മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇഷ്ടംപോലെ ലീഡ്സ് വരാൻ തുടങ്ങും. പിന്നെ ഈ കോസ്റ്റ് ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ കൂടെയും ഓരോ ക്ലയൻറ്റിൻ്റെ കൂടെയും പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ ടെക്നിക്സ് ഉപയോഗിച്ച് വീണ്ടും നമ്മുടെ ഇതിനകത്തോട്ട് ഫണലിലേക്ക് ആളെ കയറ്റിക്കൊണ്ട് പോകാം. അപ്പോൾ സൈക്കോളജി ഓഫ് സെയിൽസ്. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ പ്രൊഡക്റ്റുമായിട്ട് മാച്ച് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ചാൻസ് ഇല്ലാത്ത ഓരോ ആൾക്കാരിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യാതെ, എന്നാൽ കൃത്യമായ നമുക്ക് പറ്റിയ നീഡുള്ള ആൾക്കാരെ, ഫണ്ടുള്ള ആൾക്കാരെ, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിലയ്ക്ക് എടുക്കുന്ന ആൾക്കാരെ മാത്രമായി നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഇതിനകത്ത് ആക്ച്വലി ഈ പ്രോഗ്രാമിനകത്ത് വരാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ടത് സെയിൽസ് പീപ്പിൾ, അതേപോലെ തന്നെ സെയിൽസ് പ്രൊഫഷണൽ ആസച്ച്, ആന്ത്രപ്രനേഴ്സ്. അപ്പോൾ അവർക്ക് ഫണ്ട് എടുക്കാനും പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനും സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനൊക്കെ ഈ കോഴ്സ് ചെയ്ത് പഠിക്കുന്ന കാര്യം പരമോന്നതമാണ്. അതുപോലെ തന്നെ പിന്നെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ്, മാർക്കറ്റിംഗ് കൺസൾട്ടൻസ്. അപ്പോൾ സെയിൽസ് എലിവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും പറ്റിയ ഒരു ഇതാണ് അത്. പ്രൊഫഷണലി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നമ്മൾ ഇവിടുന്ന് മാറുകയാണ്. നമ്മൾ GCCയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയി നമ്മൾ ജീവിക്കുകയാണെങ്കിലും നമുക്കൊരു നല്ല പ്രൊഫഷണലിൻ്റെ വരുമാനം, ഇപ്പോൾ ഒരു MBA ഓൾറെഡി ഉള്ള സെയിൽസിൽ, മാർക്കറ്റിങ്ങിൽ MBA ഉള്ള ഒരാളും NLP സെയിൽസ് മാസ്റ്ററി പഠിച്ചിട്ടുള്ള ഒരാളും ചെല്ലുവാണെങ്കിൽ സെയിൽസിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും എടുക്കാനായിട്ട് ഒരു 95% ചാൻസ് ഉള്ളത് NLP സെയിൽസ് മാസ്റ്ററി ഉള്ളതായിരിക്കും. അപ്പോൾ നമുക്കൊരു അഡ്വാൻസ് ഡിഗ്രിയെ കഴിഞ്ഞും കൂടുതൽ ഗുണമുണ്ട്. ലോകത്തിൽ എവിടെ ചെന്നാലും in 3 days you will have a job. അതും നല്ല ഒരു സൂപ്പർവൈസറി സെയിൽസ് ജോബ്. പിന്നെ ഇതിന് നമ്മൾ നോക്കുന്ന അൾട്ടിമേറ്റ് ഔട്ട്കം എന്തായിരിക്കും? ഡബിൾ യുവർ സെയിൽസ് in 6 months or less. പിന്നെ എക്കാലവും കസ്റ്റമർ ലോയൽറ്റി എങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും പറയും ഒരു കമ്പലിങ് ഫീലിംഗ് വരണം ആൾക്കാരെ സംബന്ധിച്ച്, പർട്ടിക്കുലർലി ഇൻ റിമോട്ട് സെയിൽസ്. പിന്നെ ഈ ഒബ്ജക്ഷൻസ് എവിടെ വന്നാലും അതിനെ കോൺക്രീ ചെയ്ത് ഒരു കൺവിക്ഷൻ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ സയൻസ് ഓഫ് പെർsuasion,
അപ്പോൾ അതിൽ നമുക്ക് ഇതിനകത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ടുണ്ട്. അതുപോലെ തന്നെ സ്കെപ്റ്റിക്സ് ആയിട്ടുള്ള ആൾക്കാരെ പ്രധാനമായിട്ടും 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി, അവർ ഓരോരുത്തരോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്, ഓരോരുത്തർക്കുള്ള ആൻസറും അപ്രോച്ചും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലായിടത്തും ഓരോ അപ്രോച്ച് എടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സെയിൽസ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അവരോട് ഓരോരുത്തരെയും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, വിത്തിൻ സെക്കൻഡ്സ് മനസ്സിലാക്കുക, അവർക്ക് ചേർന്നത് തന്നെ കൊടുക്കുക. പിന്നെ പെട്ടെന്ന് നമുക്ക് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1000 പ്രോസ്പെക്ട്സ് നമുക്ക് ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ വിദ്യകളും പഠിക്കും. ഈ ഹിപ്നോട്ടിക് പ്രസൻറ്റേഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയാണ്. അതുപോലെ തന്നെ റാപ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, അതിൽ കൂടെ നമുക്ക് പെട്ടെന്ന് ട്രസ്റ്റിലേക്ക് കടന്നു പോവുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സൈക്കോളജി, സെയിൽസ് സൈക്കോളജി എല്ലാ ഭാഗത്തും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ നമുക്ക് ഈ കമാൻഡ്, ഇത് ഇൻഫ്ലുവൻസ് മറ്റുള്ളവരെ, അതുപോലെ തന്നെ ഈ ഇമോഷണൽ സെയിൽസ് ഒരു 3000 ടൈംസ് മോർ പവർഫുൾ ദാൻ ലോജിക്കൽ സെയിൽസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മളെ ഇൻഫ്യൂസ് ചെയ്യുന്നത് ഇമോഷണൽ സെയിൽസും പെർsuasionമാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഒരു വളരെ പ്രിസിഷൻ വേണം നമ്മൾ പറയുന്നതിന്. അപ്പം നമ്മുടെ ഒരു 8 കണക്റ്റഡ് ലിങ്ക് ആണല്ലോ നിങ്ങൾക്ക് സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അതിൽ ഓരോ സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കേണ്ട വീണ്ടും ഒരു 6 to 7 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ 8 ഓരോന്നിലും ഓരോന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥലവും ഓരോ കടന്നു പോകുമ്പോഴും നമുക്ക് വളരെ ഇത് നമ്മൾ ചെയ്തങ്ങോട്ട് പോയാൽ മതിയാവും. പിന്നെ ആ ക്ലയൻസിൽ നമുക്ക് സംസാരത്തിനിടയ്ക്ക് ഇറസിസ്റ്റബിൾ ടെംപ്റ്റേഷൻസ് ഉണ്ടാകുക. പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റെഫറൽ മെത്തേഡ്സ് ഏതാണ്ട് അബോവ് 100 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തിൻ 6 months നമ്മുടെ സെയിൽസ് ഡബിൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് ഈ ക്ലാസ്സിനകത്ത് കിട്ടുന്നൊരു ഗ്യാരണ്ടിയാണ്. നിങ്ങളത് ഒരു പ്രാവശ്യം എൻജോയ് ചെയ്ത് കഴിയുമ്പോഴേ ബോധ്യമാവുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ നടക്കുന്നത് 3 days ആയിരിക്കും. ചിലപ്പോൾ ചില രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ചിലപ്പോൾ അത് കംപ്രസ് ചെയ്ത് 2 days ഒക്കെ ആക്കാറുണ്ട്. പക്ഷേ ഐഡിയലി ഞാൻ പറയാം 4 days തന്നെ വേണം. അതിന് മാത്രമുണ്ട്, നമ്മൾ അതിനെ കംപ്രസ് ചെയ്താണ് 3 days വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ലേണിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് തന്നെ ലേണിംഗ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് വരുമായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ രാവിലെ 9 o'clock to 6 o'clock നോൺ സ്റ്റോപ്പായിട്ട് വളരെ ഇൻറ്ററാക്റ്റീവായിട്ട് സെയിൽസിൻ്റെ അപാരതകളിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് 100% മണി ബാക്ക് ഗ്യാരൻറ്റിയോട് കൂടിയാണ്. അത് ആരെങ്കിലും ഒരാൾക്ക് ഇത് ഹാപ്പി ആയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ പ്രോഗ്രാം തീരുമ്പോൾ കൗണ്ടറിൽ നിന്ന് അവരുടെ മുഴുവൻ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത്രയും ഗ്യാരൻറ്റിയോട് കൂടിയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ നെഗോസിയേഷൻ സ്കിൽസിൽ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആകും. അതേപോലെ തന്നെ നമുക്ക് ഈ കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ കോൺഫിഡൻസ്, സെയിൽസ് പീപ്പിളിൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒബ്ജക്ഷൻസ് വളരെ പെട്ടെന്ന് ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നു. പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻസ് നന്നായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് നന്നായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് ലീഡ് ജനറേഷൻ സ്ട്രാറ്റജീസ് നമുക്ക് നന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലോസിംഗ് റേഷ്യോ കുത്തനെ കൂട്ടാനായിട്ട് പറ്റും. പിന്നെ ഈ കമ്പലിംഗ് വാല്യൂ പ്രൊപ്പോസിഷൻസ്. അപ്പോൾ എപ്പോഴും സെയിൽസിനകത്ത് നമ്മൾ ഈ വാല്യൂ ബോധ്യമായതിനു ശേഷം മാത്രമേ പ്രൈസ് പറയാവൂ. പലപ്പോഴും പറ്റുന്ന പ്രൈസ് ആദ്യം കയറി പറയും. ആദ്യം നമ്മൾ വാല്യൂ ബോധ്യപ്പെടണം. അപ്പോൾ വാല്യൂ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് പ്രൈസ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വാല്യൂ? അപ്പോൾ നമുക്ക് അവർ പേ ചെയ്യുന്നതിൻ്റെ ഇരട്ടി മൂല്യം അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ പ്രൈസ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് സെയിൽസ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മളെങ്ങനെയാണ് മാറ്റി കൊണ്ടുവന്നത്. പിന്നെ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് ഇൻ സെയിൽസ്. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു സ്റ്റോറിക്കകത്ത് കയറ്റി ഒബ്ജക്ഷൻസിൻ്റെ മറുപടി പോലും ഓൾ പ്രോസസ് കണ്ടെയ്ൻ ഇൻ എ സ്റ്റോറി വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഒരു ഹൈ ഇമ്പാക്റ്റ് സെയിൽസ് മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്കൊരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് എവിടെ ചെന്നാലും. അപ്പം എല്ലാ സ്ഥലത്തും നമുക്ക് ലീഡും സപ്പോർട്ടും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് ചാലഞ്ചസ് വന്നു കഴിഞ്ഞാലും അതിനകത്തുള്ളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്ന രീതിയിലേക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു കൺസൾട്ടേറ്റീവ് സെയിൽസിലേക്ക് പോവുക. നമ്മളൊരു എക്സ്പേർട്ടായിട്ട് ക്ലയൻറ്റിൻ്റെ മുന്നിൽ. പിന്നെ
റിമോട്ട് സെല്ലിങ്ങിനുള്ള എഫിഷ്യൻസി വളരെ കൂടുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ലെഗ് വർക്ക് ഒരുപാട് കൂടിയിട്ട് നമുക്ക് എല്ലാം കൂടെ നമ്മൾ ഓവർ ബർഡൻഡ് ആയി പോകും. പിന്നെ കസ്റ്റമറുടെ ലോയൽറ്റി, കസ്റ്റമർ ഫോർ ലൈഫ്, ഒരിക്കൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാവുള്ളൂ. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഈ പിന്നെ വാല്യൂ കൂട്ടാനായിട്ട്. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ്, അപ്പം എൻ്റെ ലൈഫ് നമ്മളായിരിക്കും കൊടുക്കുന്നത്. അതിനെന്തെല്ലാം ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ വോളിയം കൂട്ടാനായിട്ട്. അപ്പോൾ ക്രോസ് സെല്ലിങ് വളരെ ഇമ്പാക്റ്റ്, അപ്പ് സെല്ലിങ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സെല്ലിംഗ് ഉണ്ട്, പ്രീ സെല്ലിങ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എംപ്ലോയ് ചെയ്യുക. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസ്പെക്റ്റിംഗ് സ്കിൽസ് ഇതിനകത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി, ഇഫക്റ്റീവ്നെസ്, പീക്ക് പൊട്ടൻഷ്യൽ പെർഫോമൻസ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ബൈയിങ് ഡിസിഷൻസിനെ എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി കൂട്ടുക, എമ്പതിയോടുകൂടി നമ്മൾ സംസാരിക്കുക. പിന്നെ സ്ട്രാറ്റജിക്കായിട്ട് സെയിൽസ് പ്ലാനിങ് എങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ അഡാപ്റ്റബിലിറ്റി വളരെ കൂട്ടാനായിട്ട്. ഇപ്പോൾ ഡിജിറ്റൽ ടൂൾസ് എങ്ങനെയൊക്കെ, അതിൻ്റെ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഗ്ലോബൽ സെയിൽസ് പെർസ്പെക്റ്റീവിലേക്ക്, ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റായി പോയല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഇൻ സെയിൽസ്, അതുപോലെ മറ്റൊരു ഏരിയയാണ് നമ്മൾ സെയിൽസ് എപ്പോഴും ട്രെൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ നമുക്ക് ഈ സെയിൽസ് ഫണൽ എപ്പോഴും നമ്മൾ ആ ഫണലിൽ കൂടെ തന്നെ കിട്ടുന്ന എല്ലാം അതിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫണലിൽ കൂടെ തന്നെ പോകുമ്പം നമ്മളില്ലെങ്കിലും ഫണൽ ഓപ്പറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ക്ലോസിങ് റെഗുലറായിട്ട് നമുക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഒരു സെയിൽസ് മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് അതിന് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് എങ്ങനെ നടത്താനായിട്ട് പറ്റും. പിന്നെ നമുക്കതുപോലെ തന്നെ നമുക്കൊരു സെയിൽസ് ഫണലിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് വളരെ വളരെ സ്മൂത്തായിട്ട് പോയി അൾട്ടിമേറ്റ് ഹൈ റിസൾട്ട്, ബേസിക്കായിട്ട് നമുക്ക് ഡബിൾ യുവർ സെയിൽസ് ഇൻ 6 months ഓർ ലെസ്. ഇതാണ് ഇതിനകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ മെസ്സേജ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ ഇങ്ങനെ തീരുമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്ത് കാണുന്ന ഫോൺ നമ്പറിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടിട്ട് ഇ ലേണിങ്ങിൽ തുടങ്ങാം. ഫസ്റ്റ് ടുമാറോ. നമ്മളൊരിക്കലും സെയിൽസ് ഇന്നിനി ലോസ് ചെയ്യരുത്. പിന്നെ ആന്ത്രപ്രനേഴ്സിനാണെങ്കിൽ ഫണ്ടിങ്ങിനും മറ്റുമൊക്കെ ഇത് വളരെ 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 ഉപയോഗപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് ഇ ലേണിങ്ങിൽ നിങ്ങൾ തുടങ്ങുക. നേരിട്ടുള്ള ക്ലാസ് അതിനുശേഷം. ഇപ്പോൾ പല കൺട്രിയിലാണെങ്കിലും ഞാൻ അവിടേക്ക് വരുമ്പോഴത്തേക്കും ഇ ലേണിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനകത്ത് സ്ട്രാറ്റജീസും മറ്റു പെട്ടെന്ന് ഇംപ്ലിമെൻറ്റേഷനും നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കും പഠിക്കാം. പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഓർഗനൈസേഷൻ ഒരു സെയിൽസ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക, അബ്സല്യൂട്ട് സെയിൽസ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ കൂടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക. നമുക്കൊരു വലിയ സെയിൽസ് ഫ്യൂച്ചർ ഉണ്ടാക്കാനായിട്ട് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.